السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൻ്റെ വളരെ പ്രധാനപ്പെട്ട, നമ്മളേവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയം ചർച്ച ചെയ്യാനാണ് നമ്മളിന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. തർബിയത്തുൽ അബ്നാ. നമ്മുടെയൊക്കെ മക്കളെ എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ അധിഷ്ഠിതമായിക്കൊണ്ട് അവൻ്റെ തൃപ്തി ലഭിക്കുന്ന രൂപത്തിൽ നമുക്ക് അവൻ ഏൽപ്പിച്ച അമാനത്ത് കൃത്യമായി നിറവേറ്റുന്ന രൂപത്തിൽ എങ്ങനെയാണ് അവരെ വളർത്തിയെടുക്കുക, എങ്ങനെയാണ് അവരെ പരിപാലിക്കുക എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനാണ് നമ്മളിതിനായി ആസ്പദമാക്കുന്നത് മഹാനായ പണ്ഡിതൻ ഷെയ്ഖ് അബ്ദുർ റസാഖ് ഇബ്നു അബ്ദുൽ മുഹ്സിൻ അൽ ബദർ ഹഫളഹുല്ലാഹ് രചിച്ചിട്ടുള്ള ഒരു ചെറിയ റിസാലയാണ്. ആ റിസാലയുടെ പേര് അശ്റു റഖായിസ് ഫി തർബിയത്തിൽ അബ്നാ. മക്കളെ വളർത്താൻ 10 തത്വങ്ങൾ, 10 പോയിന്റുകൾ അദ്ദേഹം പറഞ്ഞു തരികയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏൽപ്പിച്ചിട്ടുള്ള വളരെ നിർബന്ധമായ ഒരു ദൗത്യമാണ്. അതുപോലെ തന്നെ മഹത്തരമായ ഒരു അമാനത്താണ്, വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളുടെ കാര്യമെന്ന് പറയുന്നത്. അവരെ നന്നായി തർബിയത്ത് നൽകുക, അവർക്ക് ഇസ്ലാമിക മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കുക, അവർക്ക് ആവശ്യമുള്ളപ്പോൾ നിർദ്ദേശങ്ങൾ, നസീഹത്തുകൾ നൽകുക, ശരിയായ വഴി അവർക്ക് എപ്പോഴും പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് സഹോദരങ്ങളെ നമുക്ക് വളരെയധികം നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് അവർ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി അത് പരിപാലിക്കുന്നവരാണ്, അതിൽ വീഴ്ച വരുത്താതെ അത് നിറവേറ്റുന്നവരാണ് എന്ന് പുകഴ്ത്തി പറഞ്ഞത് കാണാൻ സാധിക്കും. വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ. മുഅ്മിനീങ്ങൾ അവർക്ക് വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട അമാനത്തുകൾ, അതുപോലെ അഹ്ദുകൾ, അവർ വല്ല ഉടമ്പടിയിലും ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, ഒരാളുമായി ഒരു ഉടമ്പടിയിൽ, ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ റാഊൻ, ഇത് കൃത്യമായി പാലിക്കുന്നവരാണ്. മുസ്ലിമീങ്ങളുടെ, മുഅ്മിനീങ്ങളുടെ പ്രധാനപ്പെട്ട വിശേഷണമായി പറഞ്ഞിരിക്കുന്ന കാര്യമാണത്. സഹോദരങ്ങളെ, നമ്മുടെ കുട്ടികളെന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ നിലക്ക് ഏൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. നമുക്കതിൽ അലംഭാവം കാണിച്ചുകൊണ്ട് അവരെങ്ങനെയെങ്കിലുമൊക്കെ വളർന്നു കൊള്ളട്ടെ എന്ന് വിചാരിച്ച് നമുക്ക് നമ്മുടെ തടി എന്ന് പറഞ്ഞ് നടന്നാൽ നാളെ റബ്ബ് സുബ്ഹാനഹു വ തആല ഇതിനെക്കുറിച്ച് ചോദിക്കുന്നതായിരിക്കും. നിനക്കേൽപ്പിച്ച വിശ്വാസകാര്യം, നിനക്കേൽപ്പിച്ച, വിശ്വസിച്ചേൽപ്പിച്ച ഈ നിന്റെ മക്കൾ, അവരുടെ കാര്യത്തിൽ നീ എന്താണ് ചെയ്തത് എന്ന ചോദ്യം നമ്മൾ കേൾക്കേണ്ടി വരും. നോക്കൂ, അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ച ആളുകളെ, ലാ തഖൂനുല്ലാഹ വറസൂൽ വതഖൂനു അമാനാതികും വഅൻതും തഅലമൂൻ. നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും വഞ്ചിക്കാൻ പാടില്ല. എന്താണ് അത് പറഞ്ഞാൽ അർത്ഥം? അല്ലാഹു തആല കൽപ്പിച്ച കാര്യങ്ങളിൽ വീഴ്ച വരുത്തുന്നതും അവൻ വിലക്കിയ കാര്യങ്ങൾ അത് ചെയ്യുന്നതുമാണ് അല്ലാഹുവിനെയും റസൂലിനെയും നിങ്ങൾ വഞ്ചിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. നീ പാലിക്കാതിരിക്കുക. വതഖൂനു അമാനാതികും, നിങ്ങൾക്ക് വിശ്വസിച്ചേൽപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട്, അതും നിങ്ങൾ അതിൽ വഞ്ചന കാണിക്കാൻ പാടില്ല. അൻതും തഅലമൂൻ, നിങ്ങൾ പഠിച്ചു മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അല്ലാഹു തആല പറയാം. തൊട്ടടുത്ത ശേഷം പറയുന്നത് നോക്കൂ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. സൂറത്തുൽ അൻഫാലിലെ 27-ാമത്തെ ആയത്താണത്. വഅലമൂ, നിങ്ങൾ അറിയണം, അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന സമ്പത്തും നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന നിങ്ങളുടെ മക്കളും അത് പരീക്ഷണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പരീക്ഷണമായി നൽകുന്നതാണ്. വഅന്നല്ലാഹ ഇൻദഹു അജ്റുൻ അളീം, ആ പരീക്ഷണങ്ങളിൽ നിങ്ങൾ ശരിയായ രൂപത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് പോലെ നിങ്ങൾ ജീവിച്ചു കാണിച്ചാൽ അല്ലാഹുവിന്റെ അടുക്കൽ നാളെ ആഖിറത്തിൽ പ്രതിഫലമുണ്ട്. നിങ്ങൾ സമ്പത്ത് അത് കുറഞ്ഞ് നൽകിയാൽ അത് പരീക്ഷണമാണ്.
ഒരുപാട് നൽകിയാലും അത് പരീക്ഷണമാണ്. അത് റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ചെലവഴിക്കുന്നത്, എങ്ങനെയാണ് സമ്പാദിക്കുന്നത്, അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. മക്കളുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. ആ പരീക്ഷയിൽ അള്ളാഹു തആല നൽകുന്ന പരീക്ഷണങ്ങളിൽ നമ്മൾ അള്ളാഹു പറയുന്നത് പോലെ നമ്മൾ അതിനോട് പെരുമാറിയാൽ റബ്ബ് സുബ്ഹാനഹു വ തആല മഹത്തരമായ പ്രതിഫലം നൽകുമെന്നാണ് പറയുന്നത്. നമുക്ക് നൽകുന്ന മക്കളെ അല്ലാഹു തആല വലിയ അനുഗ്രഹമായിട്ട് തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ അധീനം അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ്. അവന്റെ ഉടമസ്ഥതയിലാണ് ആകാശഭൂമികൾ മുഴുവനും. യഖ്ലുഖു മാ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. യഹബു ലിമൻ യശാഉ ഇനാസൻ വയഹബു ലിമൻ യശാഉ ദുകൂർ, അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ആൺകുട്ടികളെ നൽകുന്നു. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പെൺകുട്ടികളെയും നൽകുന്നു. അള്ളാഹുവിൻ്റെ വലിയൊരു ഔദാര്യമായിട്ട് സമ്മാനമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മക്കളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ആ സമ്മാനത്തിന് നമ്മൾ നന്ദി കാണിക്കേണ്ടതുണ്ട്. ആ സമ്മാനത്തിന് സഹോദരങ്ങളെ നന്ദി കാണിക്കേണ്ടതുണ്ട്. നമ്മുടെ സ്വന്തം തടിയെ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മക്കളുടെ വിഷയത്തിലും നമ്മൾ അത് ശരിക്കും ശ്രദ്ധിക്കണം. അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, ഖു അൻഫുസകും വഅഹ്ലീകും നാറ, ഖു അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ കാര്യം അത് സൂക്ഷിക്കണം. വഅഹ്ലീകും, നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യം സൂക്ഷിക്കണം. നാറ, നരകത്തിന്റെ വിഷയത്തിൽ അവർ നരകത്തിൽ പ്രവേശിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അവർ നരകത്തിൽ പ്രവേശിക്കാൻ ഇടയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ അവർക്ക് ഇടയാക്കി കൊടുക്കരുത്. നിങ്ങളായിട്ട് അതിനൊരു വകവെച്ചു കൊടുക്കരുത്. അതിന് തടയിടണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കാനുള്ള, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. ആ നരകത്തിന്റെ ഭയാനകത, വഖൂദുഹന്നാസു വൽ ഹിജാറ, ആ നരകത്തിന്റെ ഭയാനകത എന്താണെന്ന് വെച്ചാൽ അവിടെ അല്ലാഹു തആല ഇന്ധനമായിട്ട് വെക്കുന്നത് മനുഷ്യരെ തന്നെയാണ്, കല്ലുകളുമാണ്. ഇതാണ് നരകത്തിന്റെ ഇന്ധനം. അലൈഹ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, അവിടെ പരുഷ സ്വഭാവികളായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകളുണ്ട്. ലാ യഅസൂന അല്ലാഹ മാ അമറഹും, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഒരു കാര്യത്തിലും ധിക്കരിക്കുകയില്ല. റബ്ബിനെ ധിക്കരിക്കുന്ന ഒരു പ്രവർത്തനം അവരുടെ അടുത്ത് ഉണ്ടാവുകയില്ല. അല്ലാഹു തആല നിങ്ങളെ ഭയപ്പെടുത്തുകയാണ്. ആ മലക്കുകൾ എങ്ങനെയെങ്കിലുമൊക്കെ സ്വാധീനിച്ചിട്ട് നിങ്ങൾക്ക് ആ നരകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള പരിശ്വസ്ഭാവികളായ അള്ളാഹുവിനെ അനുസരിക്കുന്ന ഒരിറ്റ് ധിക്കരിക്കാത്ത മലക്കുകൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ ആ നരകത്തിന്റെ ഭയാനകത അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയുകയാണ്. ഈ ആയത്തിനെ കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. ഈ ആയത്ത് മക്കളെ പരിപാലിക്കുന്നതിന്റെ അടിസ്ഥാനം അറിയിക്കുന്ന കാര്യമാണ്. അവരെ നരകത്തിൽ നിന്ന് രക്ഷിക്കുക. ഇതാണ് മക്കളെ പരിപാലിക്കുക എന്നുള്ള ഉദ്ദേശിക്കുന്നത്. എന്താണ്? അവർ നരകത്തിലേക്ക് പോകുന്ന കാര്യങ്ങളിൽ നിന്നും നമുക്ക് തടയിടുക. ഇത് മക്കളെ മര്യാദ പഠിപ്പിക്കേണ്ടതിന്റെ അടിസ്ഥാനം എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. മഹാനായ സ്വഹാബി അൽ ഖലീഫ റാഷിദ് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഈ ആയത്തിനെ കുറിച്ച് പറഞ്ഞത്, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖു അൻഫുസകും വഅഹ്ലീകും നാറ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് അല്ലിമുഹും വഅദ്ദിബുഹും, അവരെ ദീൻ പഠിപ്പിക്കുക, അവരെ മര്യാദ പഠിപ്പിക്കുക. ദീൻ പഠിപ്പിക്കണം, മക്കൾ ദീൻ പഠിപ്പിക്കുക, അവർക്ക് ഇസ്ലാമിക മര്യാദകൾ പഠിപ്പിക്കുക എന്നുള്ളതിന്റെ കൽപ്പനയാണിത്. അതിനാണ് ഈ ആയത്ത് പറയുന്നത്. അല്ലാതെ നരകത്തിൽ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നരകത്തിൽ നിന്ന് നമ്മുടെ മക്കളെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവരെ ദീൻ പഠിപ്പിക്കുക, അവരെ മര്യാദ പഠിപ്പിക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിനോട് ഉദ്ദേശിക്കുന്നത് എന്നാണ് സ്വഹാബിയായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് നമുക്കറിയാമല്ലോ, നമ്മൾ പലവരും കേട്ടിട്ടുള്ള, ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. കുല്ലുകും റാഇൻ വകുല്ലുകും മസ്ഊലുൻ അൻ റഇയതി, നിങ്ങൾ ഓരോരുത്തരും ചില ഭരണം ഉടമപ്പെടുത്തുന്ന ആളുകളാണ്. നിങ്ങൾ ചില ഭരണാധികാരികൾ തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും. വകുല്ലുകും മസ്ഊലുൻ അൻ റഇയതി, നിങ്ങൾ ഓരോ ഭരണാധികാരികൾ നിങ്ങളുടെ കീഴിലുള്ള പ്രജകളെ കുറിച്ച് ചോദിക്കപ്പെടുന്നുണ്ട്. ഭരണാധികാരികൾ ഇസ്ലാമിക രാജ്യത്തിന്റെ ഭരണാധികാരി മാത്രമല്ല, മറിച്ച് ഈ ഹദീസ് കേൾക്കുന്ന ഓരോരുത്തരും നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഓരോരുത്തരും ഒരു ഭരണാധികാരിയാണ്. എങ്ങനെയുള്ള ഭരണമാണ് നമ്മുടെ അടുക്കലുള്ളത്? സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോന്നോരോന്നായി വിശദീകരിക്കുന്നു. അൽ ഇമാമു റാഇ, ഇസ്ലാമിക രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. വഹു മസ്ഊലുൻ അൻ റഇയതി, അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കീഴിലുള്ള മുഴുവൻ മുസ്ലിമീങ്ങളുടെ വിഷയത്തിലും അയാൾക്ക് ചോദ്യമുണ്ട്. കൃത്യമായി നീ ഇസ്ലാം അനുസരിച്ച് ഭരിച്ചിട്ടുണ്ടോ? അവരോട് അക്രമം കാണിക്കാതെ, അനീതി കാണിക്കാതെ ശരിയായ രൂപത്തിൽ നീ ഭരിച്ചിട്ടുണ്ടോ? ഇസ്ലാമിക ഭരണാധികാരിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യമുണ്ട്. ഒന്നാമതായി അതാണ് പറഞ്ഞത്.
എന്നാൽ രണ്ടാമത് പറയുന്നത് ഒരു പുരുഷൻ ഭരണാധികാരിയാണ്, ഉത്തരവാദിത്തമുള്ള ആളാണ്. അയാളുടെ കാര്യം എന്താണ്? അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കീഴിലുള്ള അയാളുടെ കുടുംബത്തെക്കുറിച്ച്, മക്കളെക്കുറിച്ച് അയാൾക്ക് ചോദ്യമുണ്ട്. ഭർത്താവ് മാത്രമല്ല, ഭാര്യയും ഉത്തരവാദിത്തപ്പെട്ട ഭരണമുള്ളവളാണ്. അവളുടെ ഭരണം എവിടെയാണ്? അവളുടെ ഭരണം ഫി ബൈതി സൗജിഹ, അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് അവളാണ്. വഹിയ മസ്ഊലൻ അൻ റഇയത വഹിയ മസ്ഊലത്തുൻ അൻ റഇയതിഹ, അവളെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ, അവളുടെ കീഴിലുള്ള അവളുടെ മക്കള്, ഭർത്താവിന്റെ അഭിമാനം, സമ്പത്ത്, ഇതെല്ലാം അവളെ ഏൽപ്പിക്കപ്പെട്ട കാര്യമാണ്. അത് കൃത്യമായി അവൾ സംരക്ഷിക്കേണ്ടതുണ്ട്. വൽ ഖാദിമു റാഇൻ ഫി മാലി സയ്യിദിഹി, ഒരു സയ്യിദിന്റെ, ഒരു മുതലാളിയുടെ, ഒരു യജമാനന്റെ അയാൾക്കുണ്ടാകുന്ന ജോലിക്കാരനുണ്ട്, ഖാദിമുണ്ട്, സേവകനുണ്ട്. അയാളുടെ സമ്പത്തിന്റെ കാര്യത്തിൽ അയാൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അത് ചോദിക്കപ്പെടുന്നതാണ്. നീ ആരും അറിയാതെ നിന്റെ മുതലാളിയെ, നിന്റെ യജമാനനെ വഞ്ചിക്കുന്നുവോ? അയാൾക്ക് ചിലപ്പോൾ അറിയാൻ സാധിക്കുകയില്ല. അയാൾ ചിലപ്പോൾ നിന്നൊരു ഷോപ്പ് ഏൽപ്പിച്ചതായിരിക്കാം, ചിലപ്പോൾ ഒരു വീട് ഏൽപ്പിച്ചതായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ ഏൽപ്പിച്ചതായിരിക്കാം. അയാളെ നിനക്ക് വഞ്ചിക്കാൻ സാധിച്ചേക്കാം. അയാൾ ചിലപ്പോൾ അറിയാൻ പോകുന്ന കാര്യമേ ആയിരിക്കുകയില്ല. പക്ഷെ അല്ലാഹു തആല പറയുന്നു, വഹു മസ്ഊലുൻ അൻ റഇയതിഹി, അയാൾ ഏൽപ്പിക്കപ്പെട്ട ആ ഉത്തരവാദിത്തം, അത് നാളെ ചോദ്യമുണ്ട്. എന്നിട്ട് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനിപ്പിക്കുന്നത്, അല കുല്ലുക്കും റാഇ, നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദിത്തമുള്ള ഭരണാധികാരികൾ തന്നെയാണ്. വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, നിങ്ങളുടെ കീഴിലുള്ള ആ ഭരണീയരെ കുറിച്ച് നിങ്ങൾ ഓരോരുത്തരും ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. സഹോദരങ്ങൾ, മസ്ഊലുൻ എത്ര തവണയാണ് പറഞ്ഞിട്ടുള്ളത്? മസ്ഊലുൻ, ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അഥവാ നാളെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മഹ്ശറിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യമുണ്ട്. നമുക്ക് എന്ത് ഉത്തരവാദിത്തമാണുള്ളത്? നമ്മൾ എവിടെയെല്ലാം ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ടോ അവിടെ നമുക്കതിൻ്റെ ചോദ്യമുണ്ട് എന്നാണ്. നമ്മുടെ വിഷയം സഹോദരങ്ങൾ മക്കളുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അള്ളാഹു നമുക്ക് അനുഗ്രഹമായി, അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്മാനമായി നമുക്ക് മക്കളെ നൽകിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ആണാകട്ടെ പെണ്ണാകട്ടെ അവന്റെ വിഷയത്തിൽ, അവളുടെ വിഷയത്തിൽ നാളൊരു ചോദ്യമുണ്ട്. നീ ദീന് ശരിക്ക് പഠിപ്പിച്ചു കൊടുത്തോ? അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ കാര്യങ്ങളെക്കുറിച്ച് നീ ഓർമ്മപ്പെടുത്തിയോ? പഠിപ്പിച്ചു കൊടുത്തോ? താക്കീത് നൽകിയിട്ടുണ്ടോ? അതല്ല, കേവലം ഭൗതികമായ വിഷയങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഭൗതികമായ സുഖസൗകര്യങ്ങൾക്ക് വേണ്ട കച്ചവടം നീ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാകാം, ഉന്നത വിദ്യാഭ്യാസം വരെ പഠിപ്പിച്ചു നൽകിയിട്ടുണ്ടാകാം. പക്ഷെ ദീനിന്റെ മൂല്യങ്ങളൊന്നും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലേ? ചോദ്യമുണ്ട് എന്നാണ് പറയുന്നത്. എത്ര എത്ര മാതാപിതാക്കളാണ് മക്കളുടെ വിഷയത്തിൽ ഇത് ശ്രദ്ധിക്കാത്തവരായിട്ടുള്ളത്. അള്ളാഹു നൽകിയിട്ടുള്ള ആ മക്കളുടെ കാര്യത്തിൽ അവർ വലിയ ആഹ്ലാദത്തിലും സന്തോഷത്തിലും ഒക്കെയാണ്. പക്ഷെ പിന്നീട് എവിടെയാണ്? നിസ്കരിക്കാൻ അറിയാത്ത മക്കൾ പ്രായപൂർത്തിയെത്തിയതിനു ശേഷവും ഖുർആൻ ഓതാൻ അറിയുന്നില്ല, നിസ്കാരത്തിന്റെ ദിക്റുകൾ അറിയുന്നില്ല, നോമ്പിന്റെ കാര്യങ്ങൾ പോലും അറിയുന്നില്ല. പലരും ആ രൂപത്തിൽ ഭൗതികമായ കേവല പരിപാലനം മാത്രം നടത്തുകയാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കും, അങ്ങനെയുള്ള പരിപാലനം എന്ന് പറയുന്നത് അത് തർബിയത്തുൽ ഹയവാനാണ്. ജന്തുക്കൾക്കും ലഭിക്കുന്ന പരിപാലനമാണ്. കാരണം ജന്തുക്കൾക്ക് ലഭിക്കുന്ന പരിപാലനം എന്താണ്? അതിന്റെ മക്കൾ, അതിന്റെ തള്ള അതിന് വേണ്ട രൂപത്തിലുള്ള ഷെൽട്ടർ കൊടുക്കും, അല്ലെ? ജനിച്ചുടനെ തന്നെ മറ്റെന്തെങ്കിലുമൊക്കെ മൃഗങ്ങളൊക്കെ അതിനെ ഉപദ്രവിക്കുന്നതിൽ നിന്നും ആ തള്ളപ്പക്ഷി അതിനെ സംരക്ഷിക്കാറുണ്ട്, അതിന് കൊത്തിയിട്ട് ഭക്ഷണം കൊടുക്കാറുണ്ട്, നാം കാണുന്നതാണ്. പക്ഷെ അവർക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ രൂപത്തിലെ ഭൗതിക സുഖസൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ജന്തുക്കളും ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ജന്തുക്കളുടെ പരിപാലനമല്ല ഒരു മുസ്ലിമായ ഉപ്പയും ഉമ്മയും ചെയ്യേണ്ടത്. അവർക്ക് വേണ്ട ദീനിന്റെ കാര്യങ്ങൾ അവരെ നരകത്തിലേക്ക് അടുപ്പിക്കാതെ സ്വർഗത്തിന്റെ വഴി അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. സഹോദരങ്ങളെ, മനസ്സിലാക്കുക. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും, ഇന്നല്ലാഹ യസ്അലുൽ വാലിദ അൻ വലദിഹി യൗമൽ ഖിയാമ ഖബ്ല അൻ യസ്അലൽ വലദ അൻ വാലിദിഹി. ഖിയാമത്ത് നാളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല മക്കളോട് തൻ്റെ മാതാപിതാക്കളെ കുറിച്ച് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ മാതാപിതാക്കളുടെ മക്കളുടെ വിഷയത്തിൽ എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. പക്ഷെ ആദ്യം ഓരോ മാതാപിതാക്കളെയുമാണ് വിളിക്കുന്നത്. നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ എന്താണ് നീ ചെയ്തിട്ടുള്ളത് എന്നാണ് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത് എന്നാണ് മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും, അദ്ബി ഇബ്നക, നീ നിന്റെ മകനെ മര്യാദ പഠിപ്പിക്കണം. ഫഇന്നക മസ്ഊലുൻ അൻ വലദിക,
നിന്റെ മകന്റെ വിഷയത്തിൽ അള്ളാഹു നിന്നോട് ചോദ്യം ചെയ്യുന്നതാണ്. മാദാ അദ്ദബ്തഹു വമാദാ അല്ലംതഹു, എന്ത് അറിവാണ് നീ പഠിപ്പിച്ചു കൊടുത്തത്, എന്ത് മര്യാദയാണ് നീ പഠിപ്പിച്ചു കൊടുത്തത്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. അതേപോലെ വഇന്നഹു മസ്ഊലുൻ അൻ ബിർരിക വതവാഇയതിഹി ലക, നിന്റെ മകനും ചോദിക്കപ്പെടുന്നുണ്ട്. മാതാപിതാക്കളോട് നന്മയിൽ വർത്തിച്ചിട്ടുണ്ടോ, അവരെ അനുസരിച്ചിട്ടുണ്ടോ, മക്കളും ചോദിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ആദ്യം ചോദിക്കപ്പെടുന്നത് മാതാപിതാക്കളോട് തന്നെയാണ് എന്ന് മഹാനായ സ്വഹാബി അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറയുകയാണ്. അല്ലാഹു തആല ഒരുപാട് ഖുർആനിൽ വസിയത്ത് നൽകിയത് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണം എന്നുള്ളത് അല്ലാഹു തആല സൂറത്തുൽ ലുഖ്മാനിലും അതുപോലെ സൂറത്തുൽ അൻകബൂത്തിലും ഒക്കെ അല്ലാഹുവിന്റെ വസിയത്തുണ്ട്. എന്നാൽ ഖുർആനിൽ മുസ്ഹഫിൽ അതിനേറെ മുമ്പേ സൂറത്തുൽ നിസായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളുടെ വിഷയത്തിൽ മാതാപിതാക്കൾക്ക് വസിയത്ത് നൽകുന്നുണ്ട്. സൂറത്തുൽ ലുഖ്മാനിലുള്ളതും സൂറത്തുൽ അൻകബൂത്തിലുള്ളതൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. വസൈനൽ ഇൻസാൻ, മനുഷ്യനെ ഞാൻ വസിയത്ത് നൽകിയിരിക്കുന്നു, ബലവത്തായ ഉപദേശം നൽകിയിരിക്കുന്നു. ബിവാലിദൈഹി ഹുസ്ന, അവന്റെ ഉപ്പയോടും ഉമ്മയോടും മാതാപിതാക്കളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറണം. അള്ളാഹുവിന്റെ വസിയത്താണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വസിയത്താണത്. എന്നാൽ സൂറത്തുൽ നിസായിൽ കാണാം അള്ളാഹു നമ്മളോട് ഓരോരുത്തരോടും മക്കളുള്ളവരോട് പറയുകയാണ്, യൂസീകുമുല്ലാഹു ഫീ ഔലാദിക്കും, അള്ളാഹു തആല നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ നിങ്ങൾക്ക് വസിയത്ത് നൽകിയിരിക്കുന്നു എന്ന് സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല വസിയത്ത് നൽകിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കാരണം മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മക്കളിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന ആളുകളാണ്. അവരുടെ പ്രവൃത്തികൾ, അവർ പറയുന്ന വാക്കുകൾ, ഇതെല്ലാം മക്കളിൽ വലിയ സ്വാധീനം ഉണ്ടാക്കും. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് മാതാപിതാക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ശുദ്ധ പ്രകൃതിയിൽ ജനിപ്പിക്കുന്ന കുഞ്ഞിനെ അവരുടെ ദീനിലേക്ക് മാറ്റാൻ പറ്റുന്നുണ്ട്. ഈ ഭൂമിയിൽ ജനിക്കുന്ന ഓരോ കുഞ്ഞും ഈ ഭൂമിയിൽ ജനിച്ചു വീഴുമ്പോൾ അവൻ ശുദ്ധ പ്രകൃതിയിൽ മുസ്ലിമായിട്ടാണ് ജീവിക്കുന്നത്. പക്ഷെ മാതാപിതാക്കളാണ് അവരുടെ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പേ തന്നെ അവരവരുടെ മതത്തിലേക്ക്, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കുന്ന കാര്യത്തിലേക്ക്, ശിർക്കിലേക്ക്, കുഫറിലേക്ക് മാതാപിതാക്കളാണ് മാറ്റുന്നത്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഓരോ കുട്ടിയും ശുദ്ധ പ്രകൃതിയിലാണ് ജനിച്ചു വീഴുന്നത്. അവൻ അള്ളാഹുവിനെ അനുസരിക്കാൻ പ്രാപ്തനായിട്ടുള്ള നല്ലൊരു മുസ്ലിമായിട്ടാണ് ജനിച്ചു വീഴുന്നത്. ഫഅബവാഹു യുഹൗവിദാനിഹി, എന്നാൽ അവന്റെ മാതാപിതാക്കളാണ് അവനെ യഹൂദിയാക്കുന്നത്. ഔ യുനസ്റാനിഹി, അല്ലെങ്കിൽ നസ്റാനിയാക്കുന്നത്. ഔ യുമജ്ജിസാനിഹി, അല്ലെങ്കിൽ മജൂസിയാക്കുന്നത്. കമിസ്ലി അൽ ബഹീമതി തുൻതിജുൽ ബഹീമ ഹൽ തറാ ഫീഹാ ജദ്അ, കാരണം ഒരു മൃഗം, ഒരു ബഹീമത്ത്, ഒരു ജന്തു, അത് മറ്റൊരു ജന്തുവിനെ പ്രസവിക്കുന്ന സമയത്ത് അതിലെന്തെങ്കിലുമൊക്കെ കുറവുകളും ന്യൂനതകളൊന്നും നമ്മൾ കാണുന്നില്ല. കാരണം അത് ജനിക്കുന്ന സമയത്ത് അതേപോലെ തന്നെയാണ് ജനിക്കുക. പിന്നീടാണ് അത് എന്തെങ്കിലുമൊക്കെ കേടുപാടുകളൊക്കെ വരുന്നത്, ആ മൃഗത്തിന് എന്തെങ്കിലുമൊക്കെ രൂപത്തിൽ വരുന്നത് മിക്കവാറും പിന്നീടാണ്. ജനിച്ചു വീഴുമ്പോൾ ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുന്നത്. പിന്നീടുള്ള സാഹചര്യങ്ങളാണ് അവരെ മറ്റു മതസ്ഥരിലേക്കും മറ്റു ആശയങ്ങളിലേക്കൊക്കെ കൊണ്ടെത്തിക്കുന്നത്. മാതാപിതാക്കൾ ചുരുക്കത്തിൽ സഹോദരങ്ങളെ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. മാതാപിതാക്കൾ നല്ല രൂപത്തിൽ തർബിയത്ത് നൽകിയാൽ മക്കൾ കള്ളം പറയാത്തവരായിരിക്കും. ചെറുപ്രായത്തിൽ തന്നെ സത്യസന്ധത പഠിപ്പിച്ചാൽ, അതുപോലെ തന്നെ കുഴപ്പങ്ങളിൽ നിന്നും അതുപോലെ തന്നെ വഞ്ചനകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണമെന്ന് പഠിപ്പിച്ചാൽ ആ രൂപത്തിലായിരിക്കും മക്കൾ ഉണ്ടാകുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര ആളുകൾ അവർ ഈ രൂപത്തിലുള്ള ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും അതുപോലെ തിന്മകളുടെയൊക്കെ വഴിയിലേക്ക് പോകുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? അവരുടെ മാതാപിതാക്കൾ അങ്ങനെയാണ്, കുടുംബപരമായിട്ട് അങ്ങനെയാണ്. അവരൊക്കെ ഈ രൂപത്തിൽ ശിർക്ക് ചെയ്തു പോരുന്നവരായിരുന്നു, അവരുടെ മക്കളും അങ്ങനെ പോവുകയാണ്. അപ്പോൾ മാതാപിതാക്കൾക്ക് വലിയ സ്വാധീനമുണ്ട് എന്ന കാര്യം സഹോദരങ്ങളെ നമ്മൾ ശരിക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം അതിൽ നിന്നും നമുക്ക് നമ്മുടെ മക്കളെ എങ്ങനെ നന്നായി വളർത്താം എന്നതിൻ്റെ പ്രധാനപ്പെട്ട 10 കാര്യങ്ങളാണ് അദ്ദേഹം ഈ റിസാലയിലേക്ക് എടുത്തു കൊടുത്തിട്ടുള്ളത്. അതിൽ ഓരോന്നോരോന്നായി ഇൻഷാ അല്ലാഹ് നമുക്ക് വായിക്കാം. അതിൽ ഒന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കുട്ടികൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ, അല്ല വിവാഹത്തിന് മുമ്പ് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒന്നാമത്തെ കാര്യം ഇഖ്തിയാറു അസ്സൗജത്തി സാലിഹ എന്നാണ്. നല്ല സാലിഹത്തായ ഒരു ഭാര്യയെ തിരഞ്ഞെടുക്കണം. സാലിഹത്തായ ഒരു ഭാര്യയെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ സഹോദരങ്ങളെ, ഒരു സാലിഹത്തായ ഭാര്യയുണ്ട് എങ്കിൽ നിന്റെ മക്കളെ പരിപാലിക്കുന്ന വിഷയത്തിൽ നിനക്ക് പകുതിയിലേറെ സഹായം അവളിലൂടെയായി എന്നുള്ളതാണ്.
കാരണം അവളുടെ കൂടെയായിരിക്കും നിന്റെ മക്കൾ ജീവിക്കാൻ പോകുന്നത്. നീ കല്യാണം കഴിക്കുന്ന പെണ്ണ് അത് കേവലം ഒരു സൗന്ദര്യം കണ്ടിട്ട് നീ തിരഞ്ഞെടുത്തൊരു പെണ്ണാണെങ്കിൽ ദീനില്ല. അല്ലെങ്കിൽ തറവാടിന്റെ മഹിമ നീ കണ്ടിട്ട് തിരഞ്ഞെടുത്തതാണ്. ദീനൊന്നും അറിയില്ല, ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയില്ല, ഇസ്ലാമിനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട്, അല്ലെങ്കിൽ നല്ല തറവാട്ടിൽ പറഞ്ഞതാണ്, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല സമ്പത്തുള്ള കുടുംബമാണ്, ഇത് മാത്രമാണ് നീ നോക്കി തിരഞ്ഞെടുത്തത്, നീ നോക്കിയിട്ടില്ല എങ്കിൽ സഹോദര, നിനക്ക് എങ്ങനെയാണ് നിന്റെ മക്കളെ നല്ല രൂപത്തിൽ പരിപാലിക്കാൻ സാധിക്കുക? നിനക്ക് ജനിച്ചു വീഴുന്ന ആണാകട്ടെ പെണ്ണാകട്ടെ മക്കളെ ഏറ്റവും നന്നായി പരിപാലിക്കുക നിന്നേക്കാൾ അതിന്റെ ഉമ്മമാരാണ്, യാതൊരു സംശയവുമില്ല. ചെറുപ്രായം മുതൽ ഏറ്റവും നന്നായി അവരോടൊപ്പം ഉണ്ടാകുക ഉമ്മമാരാണ്. ആ ഉമ്മ നന്നായിട്ടില്ലെങ്കിൽ നിന്റെ മക്കൾ പിഴച്ചു പോകാൻ, നിന്റെ മക്കളും അതുപോലെ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിക്കാഹ് ചെയ്യുന്ന സമയത്ത് തന്നെ ദീനുള്ളവളെ തിരഞ്ഞെടുക്കണമെന്ന് പ്രത്യേകം പറഞ്ഞത്. അവിടുന്ന് പറഞ്ഞല്ലോ, തുൻകഹുൽ മർഅതു ലിഅർബഇൻ, 4 കാര്യങ്ങളിലൂടെയാണ്. 4 കാര്യങ്ങൾ പൊതുവെ ഒരു സ്ത്രീ വിവാഹം ചെയ്യപ്പെടാൻ ആളുകൾ അതിന്റെ അടിസ്ഥാനമാക്കാറുണ്ട്. ഒന്ന് ലിമാലിഹ, ഒരു പെണ്ണിന് നല്ല പണം ഉണ്ടെങ്കിൽ ചില ആളുകൾ എന്ത് ചെയ്യും, നല്ല പണമുള്ള ആളുകളെ നോക്കിയിട്ട് കല്യാണം കഴിക്കും. നല്ല അത്യാവശ്യം നല്ല സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അവർ മിക്കവാറും നോക്കുക അതേപോലെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾ വേണം. അതാണ് അവരെ കുഫ് എന്ന് പറയുന്നത്. നോക്കാതെ നല്ല സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ട് വേണം, അവൾ ദീനം നോക്കാറില്ല. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുപോലെ വലി ഹസബിഹ, അവളുടെ കുടുംബ മഹിമ അത് നോക്കിയിട്ടും ചെയ്യും. നല്ല കുടുംബ മഹിമ ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കാറുണ്ട്. ഇതൊന്നും നിരുപാധികം തെറ്റായ ഒരു കാര്യമല്ല. ദീനുണ്ടെങ്കിൽ ഇതൊന്നും തെറ്റല്ല. ദീനുള്ള ഒരാൾക്ക് സമ്പത്തുണ്ടെങ്കിലോ സൗന്ദര്യമുണ്ടെങ്കിലോ കുടുംബ മഹിമ ഉണ്ടെങ്കിലോ ഒന്നും തെറ്റല്ല, അത് നോക്കാവുന്നത് തന്നെയാണ്. അത് തിരഞ്ഞെടുക്കാറുണ്ട് ജനങ്ങൾ. വജമാലിഹ, സമ്പത്തും ഇതേപോലെ എന്ത് ചെയ്യാറുണ്ട്, സൗന്ദര്യവും ഇതേപോലെ എന്ത് ചെയ്യാറുണ്ട്, ആളുകൾ നിക്കാഹ് ചെയ്യുമ്പോൾ ആധാരമാക്കാറുണ്ട്. വലി ദീനിഹ, ദീനിന്റെ അടിസ്ഥാനത്തിലും ആളുകൾ നിക്കാഹ് ചെയ്യാറുണ്ട്. എങ്കിൽ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് എന്താണ്? ഫൽഫർ ബിദാത്തിദ്ദീൻ തരിബത് യദാക. ഫൽഫർ ബിദാത്തിദ്ദീൻ, ദീനുള്ളവളെ നീ തിരഞ്ഞെടുക്കുക. തരിബത് യദാക, നിന്റെ ഇരു കൈകളും മണ്ണ് പുരണ്ടാലും ശരി. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ദീനുള്ളൊരു പെണ്ണിനെ നോക്കുമ്പോൾ വേണ്ട രൂപത്തിൽ സമ്പത്തില്ല, വേണ്ട രൂപത്തിലുള്ള തറവാടിത്വമില്ല, ദീനുണ്ട്. പക്ഷെ അങ്ങനെ ദീനുള്ളവളുമായി നീ ജീവിക്കുന്ന സമയത്ത് ഒരു വേള നിനക്ക് കുറച്ച് പ്രയാസങ്ങളും മറ്റുമൊക്കെ ഉണ്ടായേക്കാം. എങ്കിലും ശരി, അതാണ് നിനക്ക് നല്ലത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ നമ്മെ പഠിപ്പിക്കുകയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽപ്പെട്ടതാണ്. ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട, മക്കളുടെ വിഷയം പറയുമ്പോൾ തന്നെ ആ മക്കൾക്കേറെ തുണയാകേണ്ട ആ ഭാര്യ, ആ അവരുടെ ഉമ്മ, അവൾ നല്ലവളാകാൻ നീ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും, മൻ റസഖഹുല്ലാഹു ഇംറഅതൻ സാലിഹ, ആർക്കെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹത്തായ ഒരു പെണ്ണിനെ അല്ലാഹു തആല ഭാര്യയായി നൽകിയിട്ടുണ്ട് എങ്കിൽ ഫഖദ് ആനഹു അലാ ശത്രി ദീനിഹി, തീർച്ചയായും അവന്റെ ദീനിന്റെ പകുതി അവൻ സഹായകമായിട്ടുണ്ട്. ഫല്യത്തഖില്ലാഹ ഫിശ്ശത്രിൽ ബാഖി, അവന്റെ ദീനിന്റെ ബാക്കി പൂർത്തിയാക്കാൻ ശ്രദ്ധിച്ചു കൊള്ളട്ടെ എന്നാണ്. വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് നല്ല സ്വാലിഹത്തായ ഭാര്യ കൂടെ ഉണ്ടാകുക എന്നുള്ളത്. ഇനി വിവാഹം കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം സാലിഹത്തായ ഒരു പെണ്ണ് അവളുടെ ഭാര്യ ആയി തീർന്നാൽ തീർച്ചയായും അത് കുട്ടികളിൽ പ്രതിഫലിക്കും. അതുകൊണ്ട് കുട്ടികളുടെ മാതാപിതാക്കൾ രണ്ടുപേരും മക്കൾക്ക് മാതൃകകളാകാൻ അവർ ഉണ്ടാകണം. മാതൃകകളായിട്ട് അവർ മുന്നിൽ ഉണ്ടാകേണ്ടതുണ്ട്. മക്കൾ അവർ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണമെങ്കിൽ, നമ്മൾ വിട്ടുനിൽക്കാൻ പറഞ്ഞ കാര്യങ്ങളിൽ വിട്ടുനിൽക്കണമെങ്കിൽ ഒരു മാതാപിതാക്കൾ മുന്നിലുണ്ടായാൽ സഹോദരങ്ങളെ അത് മക്കളുടെ പരിപാലനത്തിന് ഏറെ സഹായകമാകുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മിൻ സആദതി ഇബ്നി ആദം അൽ മർഅത്തു സാലിഹ, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് സാലിഹത്തായ ഒരു പെണ്ണ്, സാലിഹത്തായ ഒരു ഭാര്യ അവനോടൊപ്പം ഉണ്ടാകുക എന്നുള്ളതാണ്. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാലിഹത്തായ പെണ്ണുണ്ടെങ്കിൽ അവന് മറ്റു പല കാര്യങ്ങളും ഇല്ലെങ്കിലും അവന് വളരെ സന്തോഷം ഉണ്ടാകും. ചില സമ്പത്ത് കുറവായിരിക്കും, ആ രൂപത്തിലുള്ള മറ്റു പല കാര്യങ്ങളും അവന് കുറവുണ്ടെങ്കിലും നല്ല സാലിഹത്തായ ദീനുള്ള പെണ്ണ് കൂടെ ഉണ്ടെങ്കിൽ എല്ലാത്തിനും തുണയായിരിക്കും. എന്ത് പ്രയാസം വന്നാലും എന്ത് ബുദ്ധിമുട്ട് വന്നാലും റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ പരമേൽപ്പിച്ചുകൊണ്ട് അവന്റെ ഖദറിൽ വിശ്വസിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് ഒരു ഭാര്യ ഉണ്ടായാൽ സഹോദരങ്ങളെ അതിന് തുല്യം വെക്കാൻ, അതിന് പകരം വെക്കാൻ മറ്റൊന്നുമില്ല. എന്തു പണം ഉണ്ടായിട്ടും, എത്ര വലിയ സൗന്ദര്യം ഉണ്ടായിട്ടും, എത്ര വലിയ തറവാട്ടിൽ പറഞ്ഞവളായിട്ടും
ദീൻ അറിയില്ലെങ്കിൽ ഒരു ഉപകാരം ഉണ്ടാവില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സമാധാനവും സഹോദരങ്ങളെ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഭാര്യയെ തിരഞ്ഞെടുക്കുന്ന വേളയിൽ ഏറ്റവും നല്ല ഭാര്യയെ, സാലിഹത്തായ ഒരു ഭാര്യയെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. ഇത് മക്കളുടെ പരിപാലനവുമായി നേർക്കുനേരെ ബന്ധമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, അദ്ദേഹം പറയുന്നു ഗർസു അൽ അഖീദത്തി വൽ ഈമാൻ. ശരിയായ വിശ്വാസം, അഖീദ, അത് നമ്മൾ കുട്ടികളിൽ ചെറുതിലേ അവർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. ശരിയായ വിശ്വാസം അത് ഊട്ടി നൽകേണ്ടതാണ്. കാരണം ബാക്കിയുള്ള ഏതൊരു അമലും കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും, മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കും, അങ്ങനെ പല നല്ല സ്വഭാവ ഗുണങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. പക്ഷേ അഖീദ, വിശ്വാസം നമ്മൾ ശരിക്കും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ കുട്ടികളുടെ പരിപാലനം കൊണ്ട് യാതൊരു കാര്യമില്ല. നമ്മൾ കുറേ ടേബിൾ മാനേഴ്സ് ഒക്കെ പഠിപ്പിച്ചു കൊടുത്തു, വിശ്വാസമൊന്നും പഠിപ്പിക്കുന്നില്ല. മോനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വളരെ പൊളൈറ്റായിട്ട് കഴിക്കണം, അങ്ങനെ അടുത്തുള്ള ആളെ അങ്ങനെ ഉപദ്രവിക്കരുത്, ആ രൂപത്തിൽ ചെയ്യരുത്, ഇങ്ങനെ മാനേഴ്സൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. ഒരു മീറ്റിങ്ങിന് പോയാൽ, സദസ്സിൽ പോയാൽ ഇങ്ങനെ കാവണം, സംസാരത്തിൻ്റെ മര്യാദകളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. പക്ഷെ ഇസ്ലാമിക വിശ്വാസം പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ സഹോദരങ്ങളെ, ഈ പറയുന്ന മാനേഴ്സ് കൊണ്ട് എന്തുപകാരമായിരിക്കും കുട്ടിക്ക് നാളെ ലഭിക്കുക? ഒരു ഉപകാരം ലഭിക്കുകയില്ല. ഭൂമിയിൽ ചിലപ്പോൾ ആളുകൾ ഇവൻ നല്ല മാനേഴ്സ് ഉള്ള ആളാണെന്ന് ഇവനെ പോലെ ഉള്ള ആളുകൾ പറഞ്ഞേക്കാം. പക്ഷേ ദീൻ അറിയുന്ന ഒരാൾ എൻ്റെ വിശ്വാസം ശരിയല്ലെങ്കിൽ അവന് യാതൊരു മര്യാദയുമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുക. നാളെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഇവൻ ചെയ്യുന്ന സഹോദരങ്ങളെ ഈ പ്രവർത്തനങ്ങൾക്കൊരു ഉപകാരം ഉണ്ടാവുകയില്ല. ഈ പറയുന്ന പരിപാലനം കൊണ്ട് വലിയ ഉപകാരം ഉണ്ടാവുകയില്ല എന്നതായിരിക്കും അതിൻ്റെ കാര്യം. വിശ്വാസം നന്നാക്കി കൊടുക്കണം സഹോദരങ്ങൾ. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ കുട്ടികളുടെ വിശ്വാസത്തിന് വൈകല്യങ്ങൾ ഉണ്ടാക്കുന്ന, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ധാരാളക്കണക്കിന് പിശാചുക്കൾ മനുഷ്യരൂപത്തിൽ നമുക്ക് ചുറ്റുമുണ്ട്. എങ്ങനെയെങ്കിലും രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അവരുടെ കൽബിലേക്ക് ഇട്ടുകൊടുക്കുക, ദീനിനെ അവർക്കൊരു ഭാരമായി തോന്നുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ദീൻ അനുസരിച്ച് ജീവിക്കുക എന്നത് അവർക്കൊരു അപകർഷതാബോധം ഉണ്ടാക്കുന്ന രൂപത്തിൽ, ഇതൊരു നമുക്ക് ഈ കാലഘട്ടത്തിന് യോജിക്കാത്ത ഒരു പ്രാകൃത മതമാണ്, അതല്ലെങ്കിൽ ഇതൊക്കെ ഏതോ നൂറ്റാണ്ടിലേക്കുള്ള നിയമം മാത്രമാണ്, ഇത് കാലികമല്ല, എല്ലാ കാലത്തിനൊന്നും യോജിക്കുകയില്ല തുടങ്ങി ഇസ്ലാമിനെ കുറിച്ച്, അതിൻ്റെ മഹത്തരമായ മൂല്യങ്ങളെക്കുറിച്ച് സംശയങ്ങൾ ഉണ്ടാക്കുന്ന, അതിനുവേണ്ടി മാത്രം പണിയെടുക്കുന്ന ആളുകളുണ്ട്. അവരുടെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ ക്ഷണിക്കാൻ ഒരു നന്മയില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. അവർക്ക് ഇതാണ് ഏറ്റവും നന്മ എന്ന് പറഞ്ഞ് ക്ഷണിക്കാൻ ഒരു ദീൻ അവരുടെ കയ്യിലില്ല. അവരുടെ ഒരേ ഒരു പണി ഈ ദീനുൽ ഇസ്ലാമിനെതിരെ പണിയെടുത്തുകൊണ്ട് ഇതിൽ നല്ല നിലയിൽ ജീവിച്ചു പോകുന്ന, നല്ല വിശ്വാസത്തിൽ ജീവിച്ചു പോകുന്ന ആളുകളെ വഴിപിഴപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. ആരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല? പഠിപ്പിച്ചു കൊടുക്കണം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. ഈ ദീനിന്റെ മഹത്തരമായ മൂല്യങ്ങളെ കുറിച്ച് സഹോദരങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ തന്നെ ദീനിന്റെ അടിസ്ഥാനം പഠിപ്പിച്ചു കൊടുക്കണം. ഷിർക്ക് എന്താണ്, അതുപോലെ തന്നെ തൗഹീദ് അത് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് സഹോദരങ്ങളെ വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ചു കൊടുക്കണം. നോക്കൂ, ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം, ലുഖ്മാൻ തൻ്റെ മകനോട് നൽകുന്ന ഉപദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കൃത്യമായി നമ്മൾ ഓരോരുത്തർക്കും മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി ഖുർആനിൽ ഒരു സൂറത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ ലുഖ്മാൻ, ഇതിന്റെ പേര് തന്നെ അങ്ങനെയാണ്. ലുഖ്മാൻ തൻ്റെ മകൻ നൽകുന്ന ഉപദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് ഓരോന്നായി അതിന്റെ 2ാമത്തെ പേജിൽ നമ്മൾ വായിച്ചു നോക്കേണ്ട കാര്യമാണ്. വളരെ കൃത്യമായി പറഞ്ഞു തന്നിട്ടുള്ളത് അത് നമ്മൾ പിൻപറ്റാൻ വേണ്ടിയിട്ടാണ്, മറ്റൊന്നിനുമല്ല. നമുക്ക് ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രമുണ്ട്, കഥയുണ്ട് എന്ന് പറഞ്ഞിട്ട് വെറുതെ വായിച്ചു വിടാനാണോ? അല്ല. ലുഖ്മാൻ മകനോട് ഇന്ന് ഉപദേശം നൽകി, ലുഖ്മാൻ ഇങ്ങനെ ഉപദേശം നൽകി, മകനെ എന്ന് വിളിച്ച് ഇങ്ങനെ പറഞ്ഞു. ഇത് കേൾക്കുന്ന, ഖുർആൻ വായിക്കുന്ന ഓരോ മാതാപിതാക്കളും ഇത് അതുപോലെ പിൻപറ്റാൻ വേണ്ടിയിട്ടാണ്. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം നോക്കണം സഹോദരങ്ങളെ. അല്ലാഹു തആല പറയുന്നു, വഇദ് ഖാല ലുഖ്മാൻ ലിബ്നിഹി വഹുവ യഅലുഹു. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകനെ ഉപദേശിക്കവേ അവന് വഅദ് പറഞ്ഞു കൊടുക്കുകയാണ്, ഉപദേശം പറഞ്ഞു കൊടുക്കുകയാണ്. പറഞ്ഞു, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. പൊന്നുമോനെ, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അക്രമം എന്ന് പറയുന്നത്. അള്ളാഹു നിന്നെ അനുഗ്രഹിച്ചിരിക്കെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് എല്ലാവിധ അനുഗ്രഹങ്ങൾ നൽകിയിരിക്കെ അതിന് നന്ദി കാണിക്കാതെ റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്നും വിട്ടുകൊണ്ട് മറ്റൊരാൾക്ക് അവന് കൊടുക്കേണ്ട ഇബാദത്തുകൾ നൽകുക എന്ന് പറയുന്നതിനേക്കാളും വലിയ അക്രമം മറ്റൊന്നുമില്ല എന്ന് സഹോദരങ്ങളെ
അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ലുഖ്മാനിൽ നമുക്കത് പഠിപ്പിച്ചു തരികയാണ്. ലുഖ്മാൻ തൻ്റെ മകന് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. ഇത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ ചിന്തിക്കുക, നമ്മൾ എത്ര ആളുകൾ അള്ളാഹു തആലയെ കുറിച്ച് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മക്കളെ കുറിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്ത എത്ര ആൾക്കാരുണ്ടാകും. മോനെ, ശിർക്ക് എന്ന് പറഞ്ഞാൽ ഇതാ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനാണ് ആകാശഭൂമികൾ നമുക്ക് പടച്ചത്, ആകാശത്തു നിന്നും മേഘങ്ങളിൽ നിന്നും മഴ പെയ്യിപ്പിക്കുന്നത്, അങ്ങനെ ഇവിടെയുള്ള ചെടികളെ മുളപ്പിക്കുന്നത് എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇതൊന്നും വെറുതെ ഉണ്ടാകാൻ സാധിക്കുകയില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല പടിപടിയായി നമുക്ക് വേണ്ട അനുഗ്രഹങ്ങൾ ചുറ്റും നമുക്ക് ഒരുക്കി നൽകുകയാണ്. നമ്മുടെ ശരീരത്തിലേക്ക് നോക്കൂ മോനെ, ഇതാ ഈ കണ്ണ്, ഈ കാത്, ഈ പറയുന്ന ഓരോ അവയവവും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതാണ് അല്ലെ. അതിൻ്റെ അനുഗ്രഹം മനസ്സിലാക്കാൻ അത് നൽകാത്ത, അതിൽ കുറവുകളുള്ള ചിലരെയും റബ്ബ് സുബ്ഹാനഹു വ തആല നിനക്ക് ചുറ്റും സൃഷ്ടിച്ചിട്ടുണ്ട്. അള്ളാഹു നിനക്ക് എന്തുമാത്രം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്, നീ ചിന്തിക്കണം. അതുകൊണ്ട് നന്ദി കെട്ടവനാകാൻ പാടില്ല. ഇത് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ജീവിക്കേണ്ട ലോകമാണിത്. ഇവിടെ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ജീവിച്ചാൽ അല്ലാഹു തആല ദുനിയാവിൽ നിനക്ക് ആദ്യം സമാധാനം നൽകും. കാരണം സമാധാനത്തിന്റെ, മനസ്സമാധാനമുള്ള, സൗകര്യമുള്ള നല്ല മതമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ മനസ്സിലാക്കി നീ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിനക്ക് എപ്പോഴും സമാധാനവും ആശ്വാസവും ഉണ്ട്. ഇതിലൊരു പ്രയാസവുമില്ല. മനസ്സമാധാനം കിട്ടുന്ന അല്ലാഹു തആലയുടെ ദീനാണിത്. നിനക്ക് ദുനിയാവിലെ ആശ്വാസമാണ്. നാളെ ആഖിറത്തിൽ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അനന്തമായ സ്വർഗത്തിലേക്ക് നിനക്ക് പ്രവേശിക്കാൻ സാധിക്കും. വളരെ കൃത്യമായി പറഞ്ഞു കൊടുത്താൽ സഹോദരങ്ങളെ, അതൊക്കെ സ്വീകരിക്കാൻ പാകമുള്ള കൽബായിട്ടാണ് അള്ളാഹു ഓരോരുത്തരെയും പഠിച്ചുവിടുന്നത്. നമ്മളൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഇതൊക്കെ സ്വീകരിക്കാനുള്ള പാകമുള്ള കൽബായിട്ടാണ് അള്ളാഹു തആല ഓരോരുത്തരെയും ഫിത്രത്തിൽ പഠിച്ചുവിടുന്നത്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഏറ്റവും പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ പറ്റുന്നത്. പ്രായമായ ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന പ്രയാസമൊന്നും ചെറിയ കുട്ടികളെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇല്ല. അവർക്ക് പറയുമ്പോൾ വേഗം ഉൾക്കൊള്ളാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? കാരണം അല്ലാഹു തആല അങ്ങനെ തന്നെ ഫിത്രത്തിൽ, ശുദ്ധ പ്രകൃതിയിൽ പഠിച്ചു വിട്ടിട്ടുള്ളതാണ്. നീ അത് പറഞ്ഞു കൊടുക്കുക, കൃത്യമായി നസീഹത്തുകൾ, ഉപദേശങ്ങൾ കൊടുക്കുക എന്നതാണ് നിന്റെ ബാധ്യത. നോക്കൂ, ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം പിന്നീട് മകനോട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുറാഖബത്തിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ സദാ വീക്ഷിക്കുന്നുണ്ട്. റബ്ബ് കാണാതെ നിനക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. നീ ഒരു നന്മ ചെയ്താൽ റബ്ബ് കാണുന്നുണ്ട്, നീ ഒരു തിന്മ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട്. ഈ മുറാഖബത്തിന്റെ, അല്ലാഹു നിന്നെ വളരെ കൃത്യമായി വീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യം ഉണ്ടാക്കി കൊടുക്കുകയാണ്. എന്നിട്ടാണ് പിന്നീട് നിസ്കാരത്തിന്റെയും മറ്റ് ദുസ്വഭാവങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതിന്റെയും സംസാര മര്യാദകളെ കുറിച്ചൊക്കെ ലുഖ്മാൻ പറഞ്ഞു കൊടുക്കുന്നത് കാണണം. അല്ലാഹു തആല പറഞ്ഞു, യാ ബുനയ്യ, ലുഖ്മാൻ പറയുന്നതായിട്ട്, എൻ്റെ പൊന്നുമോനെ, ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫീ സമാവാതി ഔ ഫിൽ അർദ് യഅതി ബിഹാ അല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. മോനെ, ഒരു ധാന്യമണിയുടെ അത്ര തൂക്കമുള്ള ഒരു കാര്യമാകട്ടെ, അത്രയേ ഉള്ളൂ. നീ ചെയ്യുന്ന ചെറിയ നിസ്സാരമാണെന്ന് എനിക്ക് തോന്നുന്ന കാര്യം, അത് നീ ഒരു പാറക്കുള്ളിൽ വെച്ച് ചെയ്തു. ഒരു പാറക്കുള്ളിൽ ആരും കാണാതെ കൂരിരുട്ടിൽ നീ അത് ചെയ്തു. ആകാശങ്ങളിലോ ഭൂമിയിലോ എവിടെയാകട്ടെ, നീ എവിടെ വെച്ച് ചെയ്തു, യഅതി ബിഹാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അത് കൊണ്ടുവരും. നിനക്ക് മറച്ചു വെക്കാൻ സാധിക്കുകയില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല ഇതെല്ലാം നിരീക്ഷിക്കുന്നവനാണ്. അവൻ ഏൽപ്പിച്ച മലക്കുകൾ ഇതെല്ലാം രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് രേഖയായി നാളെ നിന്റെ മുന്നിൽ കൊണ്ടുവരും, നീ ഇന്നാലെന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മം അറിയുന്ന, ഏറ്റവും നന്നായി കാര്യങ്ങൾ അറിയുന്ന റബ്ബാണ് എന്ന് അല്ലാഹു തആല അവനെ പരിചയപ്പെടുത്തുകയാണ്. മക്കൾക്ക് ഇതാണ് ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. കാരണം ഈ ഒരു ബോധ്യം ഉണ്ടായാൽ, ഈ ഒരു വിശ്വാസം അവരുടെ ഖൽബിൽ കയറിക്കഴിഞ്ഞാൽ, പിന്നീട് മാതാപിതാക്കളുടെ മുന്നിൽ മാത്രം നന്നായി അവരെ കാണാത്ത സമയത്ത് ദൂരദേശങ്ങളിലേക്ക് പോയാൽ ചെമ്മാടിയായി ജീവിക്കുന്ന അനേകം മക്കളെ പോലെ അവരാവുകയില്ല. കാരണം മാതാപിതാക്കൾക്ക് വേണ്ടി നന്നായവരല്ല. അവർ ചെറുപ്രായത്തിൽ തന്നെ റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കി അല്ലാഹു തആലയുടെ അടിമയായി ജീവിക്കാൻ തയ്യാറായി. അങ്ങനെയുള്ള നല്ല മക്കളാണ്. കാരണം അവർക്കറിയാം, ഇനി എൻ്റെ ഉപ്പയുടെ മുന്നിലല്ലാതെ ഞാൻ മറന്നിരുന്ന എന്തെങ്കിലും തിന്മ ചെയ്താലും അള്ളാഹു ഇതറിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ കൃത്യമായി അറിയും എന്നുള്ളത് നമ്മളെ കുട്ടികൾക്ക്, സഹോദരങ്ങളെ, ചെറിയ പ്രായത്തിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. ചെറിയ പ്രായത്തിൽ പഠിപ്പിച്ചു കൊടുക്കും. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ പ്രായത്തിൽ മഹാനായ സഹാബി അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, ചെറിയ പ്രായം, 10 വയസ്സ് കഴിഞ്ഞ് അങ്ങനെയുള്ള ചെറിയ പ്രായം, അദ്ദേഹത്തിന് പ്രായപൂർത്തി പോലും എത്തിയിട്ടുണ്ടാവുകയില്ല. ആ പ്രായത്തിലാണ് മഹാനായ സഹാബി അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്
റളിയല്ലാഹു അൻഹുവയെ ഒരിക്കൽ തൻ്റെ വാഹനപ്പുറത്തിരുത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഉപദേശങ്ങൾ കൊടുക്കുന്നത്. എന്തൊക്കെയാണ് ആ ഉപദേശങ്ങളിലുള്ളത് നോക്കൂ. അദ്ദേഹം പറയുകയാണ്, കുന്തു ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ, ഞാൻ ഒരിക്കൽ റസൂലുള്ളാഹിന്റെ പുറകിൽ ഇരുന്ന് വാഹനപ്പുറത്താണുള്ളത്. ഫഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, മോനെ ഞാൻ നിനക്ക് കുറച്ച് വാക്കുകൾ പഠിപ്പിച്ചു തരാം. ഇഹ്ഫദില്ലാഹ് യഹ്ഫദ്, നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണം, അല്ലാഹു തആല നിന്നെ സംരക്ഷിക്കുന്നതാണ്. ഇഹ്ഫദില്ലാഹ് എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ദീനിനെ നീ സംരക്ഷിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദീൻ വിട്ടിട്ടുള്ള കളി നീ ചെയ്യരുത്. അല്ലാഹു വിലക്കിയിട്ടുണ്ട്, നീ വിട്ടുനിന്നിരിക്കണം. അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ ചെയ്തിരിക്കണം. എങ്കിൽ യഹ്ഫദ്, നിനക്ക് ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഏത് പ്രയാസം ഉണ്ടെങ്കിലും റബ്ബിന്റെ സഹായം ഉണ്ടാകും. നീ മനസ്സിലാക്കണം, നീ ദീൻ പാലിച്ച് നടക്കുമ്പോൾ നിന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല കൈവിടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ കൈവിടുകയില്ല. റബ്ബിന്റെ സഹായം നിനക്കത് ലഭിക്കും. ഇത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. നീ മനസ്സിലാക്കണം. ഇഹ്ഫദില്ലാഹ് തജിദ്ഹു തുജാഹക, നീ റബ്ബ് സുബ്ഹാനഹു വ തആല ദീൻ അനുസരിച്ച് ജീവിച്ചാൽ, അവന്റെ ദീനിനെ നീ സംരക്ഷിച്ചാൽ, തജിദ്ഹു തുജാഹക, നിനക്ക് നിന്റെ മുന്നിൽ റബ്ബിനെ കാണാൻ സാധിക്കും. അല്ലാഹുവിന്റെ സഹായം നിനക്ക് കാണാൻ സാധിക്കും. അമ്പിയാക്കൾക്ക് അല്ലാഹു നൽകിയതുപോലെ, സ്വാലിഹീങ്ങൾക്കും ശുഹദാക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതുപോലെ, അവന്റെ ഔലിയാക്കൾക്ക് റബ്ബ് നൽകുന്നത് പോലുള്ള സഹായം ദുനിയാവിൽ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല നിനക്ക് നൽകും. ഏറ്റവും വലുത് ആഖിറത്തിലേക്ക് നിനക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് തൗഹീദിന്റെ വചനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ ചെറിയ കുട്ടിയോട്, ഇദാ സഅൽത ഫസ്അലില്ലാഹ്, മോനെ നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കണം. വഇദാ ഇസ്തഅൻത ഫസ്തഈൻ ബില്ലാഹ്, നീ സഹായം ചോദിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് സഹായം ചോദിക്കണം. നമുക്ക് തൗഹീദാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്താണ് അള്ളാഹുവിനോട് ചോദിക്കണം, അള്ളാഹുവിനോട് സഹായം തരണം എന്ന് പറയുന്നത്? കാരണം ചോദ്യത്തിലും സഹായതട്ടത്തിലും റബ്ബിനോട് മാത്രം ചോദിക്കേണ്ട ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ ഹദീസ് കേട്ട സഹാബികൾ ആരെങ്കിലും നമ്മൾ ഡോക്ടറോട് ചോദിക്കാറുണ്ടല്ലോ, നമ്മൾ ഇന്ന സ്ഥലത്ത് പോയി ഉമ്മയോട് വെള്ളം ചോദിക്കാറുണ്ടല്ലോ എന്ന വിഡ്ഢിത്തരം അവരാരും പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. എന്തുകൊണ്ടാണ്? കാരണം ഉമ്മയോട് ചോദിക്കുന്ന ചോദ്യം വേറെയാണ്, ഡോക്ടറോട് ചോദിക്കുന്ന ചോദ്യം വേറെയാണ്. ഒരു കാര്യകാരണ ബന്ധത്തിന്റെ അതീതത്തിനുള്ളിൽ നിന്നുകൊണ്ട് അവർക്ക് ചെയ്തു തരാൻ പറ്റുന്ന ചോദ്യങ്ങൾ ചോദിക്കണോ വേണ്ടേ എന്നുള്ള കാര്യത്തിൽ ആർക്കും പ്രത്യേകിച്ച് സംശയമുള്ള കാര്യമൊന്നുമല്ല. ഇത് പഠിപ്പിക്കാനല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മക്കയിലുള്ള മുശ്രിക്കുകൾ അവരുടെ ഉമ്മയോട് വെള്ളം ചോദിക്കുമ്പോൾ അത് ചോദിക്കാൻ പാടില്ല, അള്ളാഹിനോട് ചോദിക്കാൻ പാടുള്ളൂ എന്ന് പറയാനാണ് പറഞ്ഞത്? അല്ല, മറിച്ച് ചോദ്യങ്ങളിൽ ചിലത് അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് അള്ളാഹു അല്ലാത്ത ആളുകളോട് കുറച്ച് ചോദിക്കുന്നുണ്ട്, അവരെ പോലെ ഒന്നും നീ ആകാൻ പാടില്ല. നീ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ്. നീ ചോദിക്കേണ്ട സഹായങ്ങളുണ്ട്, റബ്ബിന് മാത്രം കേട്ടുത്തരം ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ, അത് റബ്ബിനോടേ ചോദിക്കാൻ പാടുള്ളൂ. നിനക്ക് രോഗം മാറണോ? റബ്ബിനോട് ചോദിക്കണം. നിനക്ക് സ്വർഗം വേണോ? റബ്ബിനോട് ചോദിക്കണം. നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമോ? റബ്ബിനോട് ചോദിക്കണം. ശത്രുക്കളിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സഹായം നിനക്ക് വേണോ? അവൻ നിന്നെ തവക്കുൽ വേണം, റബ്ബിൽ ബരമേൽപ്പിക്കണോ? അത് റബ്ബിനോട് തന്നെ നീ ചോദിക്കണം എന്നാണ് സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത്. വഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഈൻ ബില്ലാഹ്. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മഹത്തരമായ ഖദറിന്റെ പാഠം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഖദർ അല്ലാഹു എല്ലാം നേരത്തെ കൂട്ടി എഴുതിയിട്ടുള്ളതാണ്. അതുകൊണ്ട് നീ ഉറച്ച് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഖലാ ഖദറിൽ, അവരുടെ വിധിയിൽ നീ വിശ്വസിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വഅലം, മോനെ നീ മനസ്സിലാക്കണം, അന്നൽ ഉമ്മ ലൗ ഇജ്തമഅത് അലാ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക. ഈ ഉമ്മത്തിലെ മുഴുവൻ ആളുകൾ എല്ലാവരും കൂടി നിനക്കൊരു ഉപകാരം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്ന് നീ വിചാരിക്കുക, അല്ലെ? എല്ലാവരുടെയും ഉപകാരം കിട്ടാൻ വേണ്ടി നീ കിണഞ്ഞു പരിശ്രമിച്ചു, പക്ഷേ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക. അല്ലാഹു നിനക്ക് എഴുതിയിട്ടുള്ള കാര്യം മാത്രമേ നിനക്ക് ലഭിക്കുകയുള്ളൂ, അത് മാത്രമേ നിനക്ക് ഉപകാരം ചെയ്യുകയുള്ളൂ. നിനക്കുള്ള കാര്യങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല എഴുതിയിട്ടുണ്ട്. റബ്ബിനോട് നീ ചോദിക്കുക, ആളുകളോടുള്ള പ്രതീക്ഷയല്ല, റബ്ബ് സുബ്ഹാനഹു വ തആലയോട്. തിരിച്ചും വലൗ ഇജ്തമഉ അലാ അൻ യദുറൂക ബിശൈഇൻ ലം യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക. ഭൂമിയിലുള്ള മുഴുവൻ ആളുകൾ നിന്നെ ഉപദ്രവിക്കാൻ തുനിഞ്ഞാൽ അവർക്ക് നിന്നെ ഉപദ്രവിക്കാൻ സാധിക്കുകയില്ല. അല്ലാഹു തആല നേരത്തെ നിനക്ക് എന്ത് ഉപദ്രവമേ എന്ത് പ്രയാസമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് എഴുതിയിട്ടുണ്ട്. അതേ സംഭവിക്കുകയുള്ളൂ. ആളുകളെ പേടിച്ചിട്ടല്ല നീ ജീവിക്കേണ്ടത്. നീ ധൈര്യവാനായി മാറണം, ധീരനായി മാറണം, ഭീരുവായി പോകാൻ പാടില്ല. ആളുകൾ ഒന്ന് പേടിപ്പിക്കുമ്പോഴേക്കും ദീൻ ഒഴിവാക്കിക്കൊണ്ട് മാറേണ്ടവനല്ല നീ ദീനിൽ അടിയുറച്ചു നിൽക്കണം, ധൈര്യശാലിയായി നിൽക്കണം. മുഴുവൻ ആളുകൾ നിനക്കെതിരെ തിരിഞ്ഞാലും മുഴുവൻ ആളുകളും പറയുകയാണ് നിന്നെ ഇവിടെ പുറത്താക്കി കളയുക അല്ലെങ്കിൽ ദീൻ വിട്ട് കളയണം എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും ഒഴിവാക്കേണ്ടവനല്ല നീ. ദീനിൽ അടിയുറച്ചു നിൽക്കണം, ധൈര്യവാനായി നിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കിവിടെ മരണം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും.
അത് ആളുകൾ ആര് തടയാൻ നിന്നാലും അത് നടന്നിരിക്കും. എന്നാൽ അള്ളാഹു നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ അത് നടക്കുകയില്ല. ഞാൻ എൻ്റെ ദീൻ ഒന്നിനും വേണ്ടി പണയപ്പെടുത്തുകയില്ല. മുഴുവൻ ആളുകളും എനിക്കെതിരെ തിരിഞ്ഞാലും സഹോദരങ്ങളെ, ഇതാ അള്ളാഹു തആല ഒരു വസ്ത്രവും ഒരു മുള്ള് തറക്കാൻ ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ എനിക്കത് തറക്കുകയില്ല. ചെറിയ പ്രായത്തിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ദുനിയവിയായ കോട്ടകൾ വരുമ്പോഴേക്കും, പ്രയാസങ്ങൾ വരുമ്പോഴേക്കും ദീൻ ഉപേക്ഷിക്കേണ്ടവരല്ല നമ്മൾ മനസ്സിലാക്കുക. കാരണം റുഫിഅത്തിൽ അഖ്ലാം, പേന ഉയർത്തിയിട്ടുണ്ട്. ഖിയാമത്ത് നാൾ വരെ എന്തൊക്കെ ഇവിടെ ഭൂമിയിൽ സംഭവിക്കണമെന്നുള്ള കാര്യം ആകാശഭൂമികളെ പടക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു പേനയെ സൃഷ്ടിച്ചുകൊണ്ട് റബ്ബ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ആ പേന എഴുതി ഉയർത്തിയിരിക്കുന്നു. ഇനി പുതുതായി ലൗഹുൽ മഹ്ഫൂദിൽ ഒന്നും കൂട്ടിച്ചേർക്കാനില്ല. അതിലെഴുതിയ കാര്യങ്ങൾ മായ്ക്കുകയുമില്ല. ഉയർത്തിയെന്ന് മാത്രമല്ല, പേന കൊണ്ട് എഴുതിയ മഷി ഇത് ഉണങ്ങിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് ആ രേഖയിലുള്ള കാര്യങ്ങൾ അതാത് സമയത്ത് കൃത്യമായി നടക്കും. അതിലൊന്നും ബേജാറാവണ്ട. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അവനനുസരിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ മാത്രം മതി. നന്മകൾ ചെയ്യുക, തിന്മകളിൽ വിട്ടുനിൽക്കുക, മറ്റൊന്നും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്ന മഹത്തരമായ പാഠം സഹോദരങ്ങളെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുക. അപ്പൊ വിശ്വാസ കാര്യമാണിത്. ഖദറിന്റെ വിശ്വാസം, തൗഹീദിന്റെ വിശ്വാസം, അള്ളാഹുവിന്റെ മുറാഖബത്തിനെ കുറിച്ചുള്ള വിശ്വാസം, ഇങ്ങനെയുള്ള നല്ല നല്ല വിശ്വാസ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മക്കൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ പറഞ്ഞു കൊടുക്കണം. ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. മറ്റെല്ലാ മര്യാദകളെക്കാൾ, മറ്റെല്ലാ ഉപദേശങ്ങളെക്കാൾ വിശ്വാസ കാര്യങ്ങളുടെ ഉപദേശത്തിന് വലിയ സ്വാധീനം ഉണ്ടാക്കും. കാരണം അടിവേര് നന്നായാൽ അത് ഫലഭൂഷ്ടിയുള്ളതായിരിക്കും. മുകളിൽ ആ മരം, അതിൻ്റെ ശാഖകൾ ഫലഭൂഷ്ടിയുള്ളതായിരിക്കും, ഉറപ്പുള്ളതായിരിക്കും. എന്നാൽ ആ വേര് നന്നായിട്ടില്ല എങ്കിൽ അത് ഏത് സമയത്ത് വേണമെങ്കിലും നിലം പൊത്താൻ തയ്യാറായി നിൽക്കുന്നതാണ്. ഇതുപോലെ ഒരു കെട്ടിടമാണ്. ആ കെട്ടിടത്തിന്റെ തറയുടെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല, കാര്യമായൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. കൊടുക്കേണ്ട ഫലം നമ്മൾ നൽകിയിട്ടില്ല. വീട് നല്ല മൊഞ്ചാക്കി, കെട്ടിടം നല്ല മൊഞ്ചാക്കി ഉയർത്തി കെട്ടിയിട്ടുണ്ട്. പക്ഷെ ചെറിയൊരു കാറ്റടിക്കുമ്പോഴേക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ ചെറിയൊരു കുലുക്കമുണ്ടാകുമ്പോഴേക്കും നിലംപൊത്തി പോകും ആ കെട്ടിടം അല്ലെങ്കിൽ ആ വീട്. എന്തുകൊണ്ടാണ്? അതിൻ്റെ അടിസ്ഥാനം ശരിയായിട്ട്. അതുപോലെ തന്നെയാണ് വിശ്വാസം. അത് നേരെയാക്കാതെ മറ്റു കാര്യങ്ങൾ മാത്രം നമ്മൾ പഠിപ്പിച്ചു വിട്ടാൽ, അതുകൊണ്ടാണ് മക്കളിൽ പലരും പിന്നീട് വഴിതെറ്റിപ്പോകുന്നവരായും അങ്ങനെ വിശ്വാസത്തിൽ സംശയമുള്ളവരായും തീരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് വിശ്വാസ കാര്യങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ നന്നായി പഠിപ്പിക്കുക. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, കസറത്തു ദുആ. മക്കൾക്ക് വേണ്ടി നന്നായി നമ്മൾ ദുആ ചെയ്യേണ്ടതുണ്ട്. നന്നായി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യേണ്ടതുണ്ട്. ഈ ദുആ സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ എപ്പോൾ ആരംഭിക്കുന്നു എന്നറിയുമോ? ഒന്ന്, ആ മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങണം എന്നുള്ളതാണ്. അമ്പിയാക്കളുടെ മാതൃക അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് നോക്കൂ. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. റബ്ബി, എൻ്റെ റബ്ബേ, ഹബ്ലി, എനിക്ക് നീ നൽകണം, അസ്സാലിഹീൻ മിനസ് സാലിഹീൻ, സാലിഹീങ്ങളിൽപ്പെട്ട മക്കളെ നൽകണം. ആരാണ് പ്രാർത്ഥിക്കുന്നത്? നബി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഖലീലുല്ലാഹ്, അള്ളാഹുവിന്റെ നബിയാണ്. അതുകൊണ്ട് അള്ളാഹു എന്തായാലും എനിക്ക് നല്ല മോനെ തരും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കാൻ നിൽക്കല്ല. എന്തിനാണ് സഹോദരൻ റബ്ബ് സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നെന്ന് സൂറത്തു സ്വാഫാത്തിലെ 100-ാമത്തെ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നതിന് പിന്നിൽ എന്താണ്? ഒരു നബിക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ, ഒരു നബിക്ക് ഇങ്ങനെ മക്കൾ നല്ലവരാകാൻ പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മൾ എന്തുമാത്രം ആവശ്യക്കാരാണെന്ന് മനസ്സിലാക്കി തരാനാണ്. നമ്മൾ പ്രാർത്ഥിക്കണം, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. എൻ്റെ മക്കളെ നല്ലവരാക്കി മാറ്റാൻ ആ കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുകയാണ്. നോക്കൂ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സൂറത്ത് ഇബ്രാഹിം 40-ാമത്തെ ആയത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മൾ ഓരോരുത്തരും മാതൃകയാക്കേണ്ടതാണ്. റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയത്തി. റബ്ബേ, നീ ഞങ്ങളാക്കണം മുഖീമസ്സ, നിസ്കാരം നിലനിർത്തുന്നവർ. അതേപോലെ തന്നെ എൻ്റെ മക്കളിലും നിസ്കാരം നിലനിർത്തുന്നവർ. നിസ്കാരത്തിന്റെ കാര്യത്തിൽ പ്രാധാന്യം നൽകുകയാണ്. സഹോദരങ്ങളെ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽപ്പെട്ടതാണ് റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയത്തി. റബ്ബേ, എന്നെ നിസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം എൻ്റെ മക്കളെ. നമ്മളിൽ പലരും, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള പലരും ചിലപ്പോൾ പരാതി പറയാറുള്ള ഒരു കാര്യമാണ്, എൻ്റെ മക്കൾ നിസ്കരിക്കുന്നില്ല, സമയത്ത് നിസ്കരിക്കുന്നില്ല. പറഞ്ഞാൽ എൻ്റെ മുന്നിലുണ്ടെങ്കിൽ നിസ്കരിക്കും, അല്ലെങ്കിൽ നിസ്കാരമില്ല, അവിടെ പോയ നിസ്കാരമില്ല, ഇവിടെ പോയ നിസ്കാരമില്ല. ശരിയാണ്, വലിയ വീഴ്ചയാണ് വരുത്തുന്നത്. പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും റബ്ബിനോട് ഒരു തവണയെങ്കിലും റബ്ബെ അവരെ നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ എന്ന് ഈ മനോഹരമായ ദുആ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ?
അല്ലാഹു തആല എന്തിനാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ ദുആ നമുക്ക് ഖുർആനിൽ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്? നമ്മളത് പിൻപറ്റാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, നമ്മളെ കുറിച്ച് പ്രാർത്ഥിക്കണം. അപ്പം നമ്മളിപ്പോൾ നിസ്കരിക്കുന്നവരാണ്, 5 നേരം നമ്മൾ ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ മസ്ജിദിൽ എത്തുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നിർഭയരാകാൻ പാടില്ല. നമ്മൾ മരിക്കുന്നത് വരെ നിസ്കാരക്കാരാകും എന്നുള്ളത് നിർഭയരാകാൻ പാടില്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഏതൊരു കഅബയിലേക്കാണോ നാം 5 നേരം തിരിഞ്ഞ് നിസ്കരിക്കുന്നത്, ആ കഅബ കൈകൊണ്ട് പണിഞ്ഞ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുണ്ട്, റബ്ബി ജഅൽനി മുഖീമസ്സലാം, റബ്ബെ എന്നെ നിസ്കരിക്കുന്നവരെ, കൃത്യമായി നിസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ, വമിൻ ദുർരിയ്യത്തി, എൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് ശേഷം നമ്മുടെ മക്കൾ നിസ്കാരമില്ലാത്ത താന്തോന്നികളായി പോകാൻ പാടില്ല. നമ്മുടെ മക്കളുടെ മക്കൾ അങ്ങനെ ആയി പോകാൻ പാടില്ല. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം, റബ്ബി ജഅൽനി മുഖീമസ്സലാം വമിൻ ദുർരിയ്യത്തി. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളിൽ സഹോദരങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കണം. അമ്പിയാക്കളുടെ പ്രാർത്ഥനയാണിത്. മഹാനായ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് കാണാൻ സാധിക്കും. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയ്യതൻ ത്വയ്യിബ ഇന്നക സമീഉദ് ദുആ. റബ്ബി, നീ എനിക്ക് ഏറ്റവും നല്ല ത്വയ്യിബായ നല്ലവനായ സന്താനങ്ങളെ നീ എനിക്ക് നൽകണം, നീ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ് എന്ന് പറഞ്ഞ് റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. അമ്പിയാക്കൾ പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവിനോട് അപേക്ഷിക്കുകയാണ്, സാലിഹ്യങ്ങളായ മക്കളെ നൽകണമേ എന്നുള്ളത് നമ്മൾ എന്തുമാത്രം പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് സഹോദരങ്ങളെ. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം. അള്ളാഹു തആല സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാനത്തിൽ അള്ളാഹുവിൻ്റെ ഏറ്റവും നല്ല അടിമകളായ ഇബാദുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിൻ്റെ അടിമകൾ എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ച ആളുകളുടെ വിശേഷണങ്ങൾ പറയുമ്പോൾ അവരുടെ ദുആയായി പഠിപ്പിക്കുന്നത്, അവർ പ്രാർത്ഥിക്കുന്നു, റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അയുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. റബ്ബേ, എനിക്ക് എൻ്റെ ഇണകളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും കൺകുളിർമ നീ നൽകണം. എപ്പോഴാണ് നമ്മൾ കൺകുളിർമ ഉണ്ടാകുക? അവർ റബ്ബിനെ അനുസരിക്കുന്ന കാണുമ്പോഴാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കുന്ന നല്ല സാലിഹ്യങ്ങളായ മക്കളാകുമ്പോൾ അതിനേക്കാളും ദുനിയാവിൽ കൺകുളിർമയുള്ള ഒരു കാഴ്ചയൊന്നുമില്ല. അങ്ങനെയുള്ളവരാക്കണമേ. വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. മുത്തഖീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മത പാലിക്കുന്നവരായി ആക്കാനല്ല, അവർക്കുള്ള ഇമാമാക്കി ഞങ്ങളെ മാറ്റണം, മുൻപന്തിയിൽ നിൽക്കുന്ന ആളാക്കി ഞങ്ങളെ മാറ്റണമേ എന്നുള്ളത് സഹോദരങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം പരിഗണന നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും അവർ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത്, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് തള്ളുകയില്ല എന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സലാസു ദഅവാത്തിൻ മുസ്തജാബാത്തിൻ, 3 ദുആകളുണ്ട്, അത് ഉത്തരം ചെയ്യപ്പെടുന്നതാണ്. ലാ ശക്ക ഫീഹിൻ, അതിൽ സംശയമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഉത്തരം ചെയ്യപ്പെടുന്നതാണ് എന്ന് സ്ഥിരീകരിച്ച് പറഞ്ഞതിന് ശേഷം പറയാൻ ലാ ശക്ക ഫീഹിൻ, അത് സംശയം വേണ്ട. ഒന്ന് ദഅവത്തുൽ വാലിദ്, ഉമ്മയുടെ പ്രാർത്ഥനയാണത്. വദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ പ്രാർത്ഥന. വദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ അത് തള്ളപ്പെടുകയില്ല എന്ന് പറയുകയാണ്. എന്നാൽ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളുടെ പ്രാർത്ഥന നന്മയുടെ കാര്യത്തിൽ സ്വീകരിക്കുന്നത് പോലെ തന്നെ ആ മാതാപിതാക്കൾ വല്ല കോപത്തിന്റെ അവസ്ഥയിലോ ദേഷ്യത്തിന്റെ അവസ്ഥയിലോ മക്കൾക്കെതിരെ പ്രാർത്ഥിച്ചാലും അത് സ്വീകരിക്കപ്പെടാൻ സാധ്യതയുള്ളത് തന്നെയാണ്. വളരെയധികം ശ്രദ്ധിക്കണം. ചില ആളുകൾ മക്കൾ എന്തെങ്കിലുമൊക്കെ ചില വിഷയത്തിൽ അനുസരിച്ചിട്ടില്ല എങ്കിൽ ചിലപ്പോൾ എതിരെ പ്രാർത്ഥിച്ചാളെ നശിച്ചു പോകട്ടെ, നീ ഒരിക്കലും ഗുണം പിടിക്കുകയില്ല, നീ ഒരിക്കലും നന്നാവുകയില്ല, സമാനമായ പദങ്ങൾ മക്കൾക്കെതിരെ പ്രാർത്ഥിക്കും. ചിലർ പരിധി വിട്ട് ശപിക്കുന്ന ആളുകൾ ഉണ്ടായേക്കാം. അള്ളാഹുവിനെ ശപിക്കട്ടെ, അല്ലെങ്കിൽ ആ രൂപത്തിനൊക്കെ ശാപം ഉണ്ടാകട്ടെ, ആ രൂപത്തിൽ നാശം ഉണ്ടാകട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ആളുകൾ ഉണ്ടാകും. ഒരിക്കലും ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദ്ഉ അലാ അൻഫുസിക്കും, നിങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കാൻ പാടില്ല. ചില ആൾക്കാർ അങ്ങനെയാണ്, ദേഷ്യം വന്നാൽ ഞാൻ നശിച്ചു പോട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കും. അങ്ങേറ്റ സങ്കടമൊക്കെ വന്നാൽ ഞാൻ നശിച്ചു പോട്ടെ, ഇല്ലാതായി പോകട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചാൽ ചെയ്യരുത്. അങ്ങനെ വലാ തദ്ഉ അലാ ഔലാദിക്കും, നിങ്ങളുടെ മക്കൾക്കെതിരെ പ്രാർത്ഥിക്കാൻ പാടില്ല. വലാ തദ്ഉ അലാ അംവാലിക്കും, നിങ്ങളുടെ സമ്പത്തിനെതിരെയും പ്രാർത്ഥിക്കാൻ പാടില്ല. കാരണം എന്താണെന്നറിയോ? ലാ തുവാഫിഖു മിനല്ലാഹി സാഅ യുസ്അലു ഫീഹാ അതാ ഫയസ്തജീബ ലക്കും. കാരണം ഒരു സമയമുണ്ട്, ആ സമയവുമായി നിങ്ങളുടെ പ്രാർത്ഥന യോജിച്ചു വന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യപ്പെടും. നിങ്ങളെതിരെ പ്രാർത്ഥിച്ചാൽ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ട് വലിയ അപകടത്തിലേക്കാണ് നിങ്ങളുടെ മക്കൾ ചിലപ്പോൾ പിന്നീട് ഉപദേശങ്ങൾ കേൾക്കാത്ത അങ്ങനെയുള്ള തെമ്മാടികളായി പോകാൻ ഒരുപക്ഷെ നിങ്ങൾ അവനെതിരെ പ്രാർത്ഥിച്ച ഈ ദുആ കാരണമായേക്കാമെന്നാണ്. അല്ലാഹു തആല മനുഷ്യന്റെ ആ വിഡ്ഢിത്തത്തെ കുറിച്ച് സൂറത്തുൽ ഇസ്രായിൽ പറയുന്നുണ്ട്. വയദുൽ ഇൻസാൻ ബിശ്ശർരി ദുആഅഹു ബിൽ ഖൈർ, മനുഷ്യൻ അവൻ നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ
തിന്മക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. അങ്ങനെയാണ് മനുഷ്യന്റെ സ്വഭാവം. വക്കാനൽ ഇൻസാനു അജൂല, മനുഷ്യൻ കാര്യത്തിന് വേണ്ടി വേഗം തിരക്കൂട്ടുന്നവനാണ്, ക്ഷമയില്ല, അവൻ തിരക്കൂട്ടുന്നവനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരവസ്ഥയിലും മക്കൾക്കെതിരെ പ്രാർത്ഥിക്കാൻ പാടില്ല. കാരണം മക്കൾക്കെതിരെ പ്രാർത്ഥിച്ച് റബ്ബ് സ്വീകരിച്ചാൽ പിന്നീട് നമുക്കത് നേരെയാക്കാനുള്ള പ്രയാസം അത് വളരെ വലുതായിരിക്കും. ചിലപ്പോൾ നമ്മുടെ കാലത്ത് നമുക്കത് കാണാൻ പോലും സാധിക്കുകയില്ല. മഹാനായ താബിഈ ഖതാദ റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിച്ച് പറയുകയാണ് സൂറത്തുൽ ഇസ്രായിൽ, യദ്ഉ അലാ മാലിഹി, മനുഷ്യൻ തിന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പറഞ്ഞാൽ അവനാണ് സമ്പത്തിനെതിരെ പ്രാർത്ഥിക്കും. ഫയൽഅനു മാലഹു, അവൻ സമ്പത്തിനെ ശപിക്കും. വവലദഹു, മക്കളെയും ശപിക്കും. വലൗ ഇസ്തജാബല്ലാഹു ലഹു ലഅഹ്ലക, അള്ളാഹു എങ്ങാനും ഇത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നശിച്ചത് തന്നെ, അവന്റെ സമ്പത്തുണ്ടാകും, മക്കളുണ്ടാകും, അള്ളാഹു നശിപ്പിച്ചു കളയും. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. മഹാനായ മുഫസ്സിർ അൽ അല്ലാമ അബ്ദുറഹ്മാൻ നാസിർ സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ് ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട്, വഹാദ മിൻ ജഹ്ലിൽ ഇൻസാനി വഅജ്ലതിഹി, ഇതൊരു മനുഷ്യന്റെ വിവരക്കേടിന്റെയും അവന്റെ ധൃതിയുടെയും ഒക്കെ അവന്റെ തിരക്കുകൂട്ടലിന്റെ ഒരു പരിണിത ഫലമാണത്. ചില സമയത്ത് തനിക്കെതിരെ പ്രാർത്ഥിച്ചാളെ. വമാലിഹി, അവന്റെ സമ്പത്തിനെതിരെയും കോപം വന്നപ്പോൾ എതിരെ പ്രാർത്ഥിച്ചാളെ, എന്റെ സമ്പത്ത് നശിക്കട്ടെ എന്നൊക്കെ മനുഷ്യന് വിവരക്കേടുള്ള സമയത്ത് അങ്ങനെ പ്രാർത്ഥിക്കും. നന്മക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് പോലെ തന്നെ അവൻ തിന്മക്ക് വേണ്ടിയും ഇങ്ങനെ ദുആ ചെയ്യും. ഇത് മനുഷ്യന്റെ ഒരു വിവരക്കേടാണ് എന്നാണ്. സഹോദരങ്ങൾ, മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്ക് അത്ര വലിയ സ്വാധീനമുണ്ട്. ഇവിടെ നമ്മൾ കിതാബ് വായിക്കുന്ന ഷെയ്ഖ് അബ്ദുൽ റസാഖ് ബിൻ അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫളഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും. അദ്ദേഹം നേരിട്ട് കേട്ട ഒരു സംഭവമാണത്. ഇത് കാബയുടെ അടുത്ത് നടന്നൊരു സംഭവമാണത്. കാബ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കാബയുടെ ഹജറുൽ അസ്വദിന്റെ അവിടെ ആളുകൾ ഹജറുൽ അസ്വദ് ചുംബിക്കാൻ വരുന്ന സമയത്ത് അവിടെ അവരെ കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ട് ഒരു പോലീസുകാരൻ എപ്പോഴും ഒരു കയർ പിടിച്ചിട്ട് അവിടെ നിൽക്കുന്നത് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. നേരിട്ട് കാണാത്തവർ ചിലപ്പോൾ അവരുടെ വീഡിയോകളിൽ മറ്റുമൊക്കെ കണ്ടിട്ടുണ്ടാകും. അങ്ങനെയുള്ള ഒരാൾ പറഞ്ഞു കൊടുത്ത ഒരു കഥയാണ് ഷെയ്ഖ് പറയുന്നത്. ഇദ്ദേഹം ഈ ഒരു ജോലി പുതുതായി പ്രവേശിച്ച ഒരു പോലീസുകാരനാണ്. അയാളാണ് ഈ കഥ പറഞ്ഞു തരുന്നത്. അദ്ദേഹം ഇങ്ങനെ അവിടെ ആ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരിക്കൽ ഒരു വ്യക്തി തേങ്ങിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് കേട്ടു. തേങ്ങിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം, അള്ളാഹു മക്കളെ നൽകണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അള്ളാഹു മുർസുഖനി വലത എന്ന് പറഞ്ഞ് അള്ളാഹു മക്കളെ നൽകണമെന്ന് പ്രാർത്ഥിക്കണം. ഇയാൾ ആദ്യമായി ജോലിക്ക് കയറുന്ന ആ സമയമായതുകൊണ്ട് ഇയാളത് കൃത്യമായി നോട്ട് ചെയ്തു. ഒരാളിങ്ങനെ വളരെ വികാരഭരിതനായി കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് ഇയാൾ ശ്രദ്ധയിൽപ്പെട്ടു. ഈ കാര്യം സഹോദരങ്ങളെ അയാളത് കേൾക്കുകയാണ്. ശരി, അന്ന് വേറൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ ഇദ്ദേഹം പറയുന്നു, കൃത്യം 18 വർഷങ്ങൾക്ക് ശേഷം, നീണ്ട 18 വർഷങ്ങൾക്ക് ശേഷം ഇയാൾ ഇപ്പോഴും ആ ജോലിയിൽ തന്നെ തുടരുകയാണ്. ഈ പിതാവ് വീണ്ടും ഇതേ സ്ഥലത്തെത്തുന്നുണ്ട്. ഇയാൾ അവിടെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് അള്ളാഹു എൻ്റെ മോനെ നശിപ്പിക്കണമെന്നാണ്. നശിപ്പിക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. പെട്ടെന്ന് ഈ വ്യക്തിയുടെ ശ്രദ്ധ അതിലേക്ക് പതിഞ്ഞു. ഇത് ആദ്യം കേട്ട ഒരു ശബ്ദമായതുകൊണ്ട് തന്നെ ഈ ശബ്ദം അയാൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിച്ചു. അയാൾ ശരിക്കും നോക്കിയപ്പോൾ ഈ വ്യക്തി തന്നെയാണ്. അദ്ദേഹം ഉടൻ തന്നെ ആ ജോലി തൻ്റെ കൂട്ടുകാരനെ ഏൽപ്പിച്ചുകൊണ്ട് നീ ഈ കാര്യം നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി ഈ വ്യക്തിയോട് ഇയാളൊന്ന് ചോദിച്ചു നോക്കി, ഒരു 18 വർഷം മുമ്പ് കുട്ടി ഉണ്ടാകണമെന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചൊരു വ്യക്തിയായിരുന്നു നിങ്ങൾ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. പോലീസുകാരൻ പറഞ്ഞു, എങ്കിൽ നീ 2 പ്രാവശ്യം നിന്റെ മകനോട് അക്രമം ചെയ്തു എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീ ഒന്നാമത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മക്കളെ ചോദിക്കുന്ന സമയത്ത് നീ അള്ളാഹു മുർസുഖനി വലദ, അള്ളാഹു ഒരു കുട്ടിയെ നൽകണമെന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളൂ, വലദൻ സാലിഹൻ നീ പ്രാർത്ഥിച്ചിട്ടില്ല, സാലിഹായ മോനെ നൽകണം നീ പ്രാർത്ഥിച്ചിട്ടില്ല. അതാണ് നീ ചെയ്ത ഒന്നാമത്തെ അക്രമം. രണ്ടാമത്തെ, നീ ഇപ്പോൾ മകനെതിരെ പ്രാർത്ഥിക്കുകയാണ്. നീ മകനെതിരെ പ്രാർത്ഥിക്കണം, വലിയ അക്രമമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നീ ഉടനെ തന്നെ മകന്റെ ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് ഇയാൾ എന്ത് ചെയ്യുകയാണ്, ഞാൻ നിനക്ക് സ്ഥലം ഒരുക്കി തരാമെന്ന് പറഞ്ഞ് അവിടെ കാബയുടെ പരിസരത്ത് ആ ഉത്തരം പെട്ടെന്ന് കിട്ടുന്ന സ്ഥലമാണ്. പ്രത്യേകിച്ചും ഹജറുൽ അസ്വദിന്റെയും വാതിലിന്റെയും ഇടയിൽ മുൽത്തിസം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ നെഞ്ചു ചേർത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദുആക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്നുള്ള കാര്യം അറിയപ്പെട്ടിട്ടുള്ളതാണ്. ഉടനെ തന്നെ നിന്നെ അവിടെ ഞാൻ കൊണ്ടുപോകാം, നീ ഉടനെ തന്നെ നിന്റെ മകന് വേണ്ടി ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കൂ, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് പോലീസുകാരൻ അയാള് അങ്ങോട്ട് പറഞ്ഞയച്ചു. അയാൾ മകന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവിടെയാണ് കാര്യം തീരുന്നത്. പിന്നീട് ഒരു വർഷത്തിന് ശേഷം ഈ പിതാവും അയാളുടെ മകനും അവിടെ വരികയാണ്, ആ ഹറമിലേക്ക് വരികയാണ് ഈ പോലീസുകാരനെ കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ മകൻ കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്, ഞാനാണ് ഈ വ്യക്തിയുടെ മകൻ. ഇയാൾ പറഞ്ഞത്, അന്ന് ആ കാബയുടെ അടുത്ത് വെച്ച്
ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിച്ച അതേ സമയം, ആ സമയം നോക്കി ആ മകൻ പറയാം, അതേ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് എൻ്റെ കൽബിൽ എനിക്കെന്ത് ചെയ്തു, ഒരു ഹിദായത്തിന്റെ വെളിച്ചം നൽകി. നിസ്കാരം ഒന്നും ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് തന്നെ അവൻ വുളു എടുത്ത് നിസ്കരിക്കണം തോന്നി, ആ നിസ്കാരക്കാരനായി മാറി. അവൻ പല തിന്മകളിലും അങ്ങനെ അഴിഞ്ഞാടുകയായിരുന്നു. അവൻ അതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു സാലിഹായ മകനായി അന്നു മുതൽ ഇന്ന് വരെ അവൻ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ മകൻ ഈ പോലീസുകാരനോട് പറയാം, നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്ക് അത്ര വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അവർ മക്കൾക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കും എന്നതിൻ്റെ ഒരു ഉദാഹരണമാണിത്. അതുകൊണ്ട് തന്നെ നമ്മൾ ദുആ നന്നായി വർദ്ധിപ്പിക്കുക. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ഏത് നേരവും എങ്ങനെയും എന്തും സംഭവിക്കാമെന്നുള്ള ഒരു കാലഘട്ടമാണിത്. ഇന്നലെ നല്ലവനായി കണ്ട പലരും നാളെ നല്ലവനായി കാണുമെന്നില്ല. അവൻ്റെ സ്വഭാവം മോശമായി പോയിട്ടുണ്ടാകാം, അവൻ്റെ ദീൻ തന്നെ മോശമായി പോകുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് എപ്പോഴും ദുആ ചെയ്യുക. ദുആ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. മക്കളുടെ പരിപാലനത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കുന്ന നിസ്സാരമല്ലാത്ത ഒരു കാര്യമാണ് എന്ന് സഹോദരങ്ങളെ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാവുന്നതാണ്. വഹദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു